ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനും ഇക്കായും മാത്രം വീട്ടിലുള്ള സമയത്ത് മക്കളൊക്കെ സ്കൂളിൽ പോകുമല്ലോ, അപ്പോൾ ഉച്ചക്കേക്ക് മടിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. എല്ലാ ദിവസവും മീനൊക്കെ കൂട്ടി കഴിക്കുന്നില്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല മടിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ മാത്രമുള്ളപ്പോൾ തയ്യാറാക്കുന്ന സാധാരണ ചമ്മന്തി, മുട്ട പൊരിച്ചത്, മോരുകറി ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഉള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി, പിഴുപുളി, തക്കാളി, കുരുമുളക്, ചെറിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടിട്ട് ഒന്ന്, തക്കാളി എടുത്തിട്ടില്ല കേട്ടോ, ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഈ രസം, മോരുകറി, ചമ്മന്തി, ഒരു മുട്ട പൊരിച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാനായിട്ട്. ഒത്തിരി കറികളുള്ളതിനേക്കാളും കുറച്ച് കറികൾ ആണ് ഇഷ്ടം കേട്ടോ. അത് വെക്കാനുള്ള മടി കൊണ്ടല്ല, എന്നാലും. അപ്പോൾ സാധാരണ ആരും ഇല്ലാത്ത സമയത്താണ് ഞാനിങ്ങനെ കഴിക്കാറ് കേട്ടോ. എന്തെങ്കിലും കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി ഞാനൊക്കെ മാത്രമുള്ള അപൂർവ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കൊച്ചുള്ളി കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കൊച്ചുള്ളിയും കൂടെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കട്ടോ. ഈ സമയത്ത് ഭയങ്കര സ്മെല്ലാണ്. ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചിട്ടതൊക്കെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മണം. രസം എനിക്ക് പണ്ടോ തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ പോയി നമുക്ക് രസമൊക്കെ തരുമല്ലോ, അപ്പോൾ ഞാൻ വാങ്ങിക്കില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ രസമൊന്നും ഉണ്ടാക്കാറില്ല മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് എങ്ങനെ ടേസ്റ്റ് പോലും അറിയില്ല. പിന്നെ ഇതിന് വെള്ളം പോലെ ഇരിക്കല്ലേ, അതുകൊണ്ട് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ പിഴിഞ്ഞ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് ഒരിച്ചിരി കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലപോലെ വെട്ടിത്തിളക്കണം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ രസം റെഡിയാകും. അപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ ഈ രസം തീരെ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ഈ സംഭവം. ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇഷ്ടമല്ല. ഇപ്പം ഇവിടെ ഇക്കയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇക്കായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസം. അപ്പോൾ രസം വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി, എനിക്കറിയില്ലായിരുന്നു. പിന്നെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചാണ് രസം. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല, കാരണം കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട്, കുരുമുളകൊക്കെ നമ്മൾ ചതച്ച് ചേർത്തിട്ടുണ്ടല്ലോ അത്യാവശ്യത്തിന്. അപ്പോൾ നല്ല എരിവുണ്ടാവും. എന്നാലും ഇച്ചിരി കളറൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ രസം നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മല്ലി ഇലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്തോട്ട് ഇടാം, കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രസം മാത്രം മതി കഴിക്കാൻ, പക്ഷെ എന്നാലും ആർഭാടത്തിന് കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് തേങ്ങ തിരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കൊച്ചുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക്, പിന്നെന്താ പിഴുപുളി, ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരകലയിൽ അരയ്ക്കുന്ന ചമ്മന്തിക്കാണ് ടേസ്റ്റ് കൂടുതലെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് മിക്സിക്കകത്ത് തന്നെ അരച്ചെടുത്തു കേട്ടോ. പിന്നെ ഇതാ അയില ഉണ്ടായിരുന്നു, വെട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 3 എടുത്ത് അതും വറുത്തു. അപ്പോൾ അതാ ഊണ് കഴിക്കാനായിട്ട് പോവാണ്. ചോറ് വന്നു, അങ്ങനെ ഒരുപാട് കറികളൊന്നും വരാനില്ലാത്തതുകൊണ്ട്. പിന്നെ രസം വന്നു. പിന്നെ എന്തായിരിക്കും വരിക? ചമ്മന്തി, വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ചമ്മന്തിയും വരും, അത് കഴിഞ്ഞിട്ട് വറുത്ത മീൻ വരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഊണ് കുശാലായിട്ടോ. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. വറുത്ത മീൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചമ്മന്തിയും രസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാനായിട്ട് പറ്റും. ഒത്തിരി ചോറ് കഴിക്കേണ്ട, നല്ലതല്ല. അപ്പോൾ ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, രസം ഒഴിച്ചു കൊടുത്തു, ചമ്മന്തി ഇട്ട് വെച്ചു. പിന്നെ ഇതാ ഒരു വറുത്ത മീനും എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. അച്ചാർ തീർന്നു, ഇല്ലെങ്കിൽ അച്ചാറും ഉണ്ടായേനെ. അപ്പോൾ നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ? എന്തൊക്കെയാണ് നിങ്ങളുടെ കറികൾ? ഇന്നെന്താണ് സ്പെഷ്യൽ? ഇത് ഞാൻ 2-3 ദിവസം മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കറികൾ, ഇന്നത്തെ കറികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബൈ.